നിങ്ങൾ ഓർത്ത് കാണും ഇത് പവനായുടെ അമ്പും വില്ലും മിഷ്യൻ കണ്ണുമുള്ള പെട്ടിയാണ്. എന്നാൽ അതല്ല, ഇത് ഡിവാൾട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ജിക്സോ എന്ന് പറഞ്ഞ മെഷീനാണ്. അപ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ജിക്സോ, ഇതാണ് ജിക്സോ എന്ന് പറഞ്ഞ മെഷീൻ. നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ഡിവാൾട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ജിക്സോ ആണ് ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇത് നമ്മൾ നല്ല റിലയബിലിറ്റി നമുക്ക് ഈ പ്രോഡക്റ്റ് തരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ 10-20 വർഷമായിട്ട് രണ്ടാമത്തെ ജിക്സോ ആണ് ആകെ മാറ്റി മേടിച്ചിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ കാലപ്പഴക്കം കൊണ്ട് മറ്റേത് പോയതാണ്. ഇതിപ്പോൾ രണ്ടാമത് നമ്മൾ ഡിവാൾട്ടിൻ്റെ വാങ്ങിയതാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും മറ്റേ റൗണ്ട് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ചെറിയ ചെറിയ സാധനങ്ങൾ കട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബ്ലേഡിൻ്റെ ലെങ്ത് ഇത്രയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഇതിൻ്റെ ഇത്രയും തന്നെ ഒരു പീസ് വരെയാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മുടെ ഒരു തയ്യൽ മെഷീൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ബ്ലേഡ് ഫ്രണ്ടായിട്ടും ബാക്കായിട്ടും പോയിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ ഇതിന് 3 ഗിയറും വരുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്നത് 0, 1, 2, 3. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് തടിയുടെ കനം അനുസരിച്ച് നമുക്ക് ഇത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഈ ബ്ലേഡ് കയറി കട്ട് ചെയ്യും. അതായത് ഈ ഒന്ന് താന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത് പൊങ്ങി കയറുന്നത് കൂടുതൽ കുറച്ച് കയറി കട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൂടുതലായിട്ട് കയറി കട്ട് ചെയ്യേണ്ടത് നമുക്ക് വളരെ തിന്നായിട്ടുള്ള ഇതുപോലത്തെ ഉള്ള ഇതാണ് കയറി കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ തിക്കായിട്ടുള്ള തടി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും 0-ൽ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ പുതിയ ജിക്സോയിൽ വേറെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പഴയ ജിക്സോയിൽ ഇത് ഉണ്ടായിരുന്നില്ല. ഇത് ഇപ്പോൾ 90 ഡിഗ്രി ആംഗിളിലാണ് ഇരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചെരിഞ്ഞ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു സൈഡാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിട്ട് നമുക്കിത് ലെഫ്റ്റിലിട്ട് ഇങ്ങനെ തിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെരിഞ്ഞ രീതിയിൽ നമ്മൾ ഇതിങ്ങനെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ ഇവിടെ മട്ടമൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആംഗിൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. നമ്മൾ 90 ഡിഗ്രി ഇട്ട് ലോക്ക് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്ത ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഇതിൻ്റെ സ്പീഡാണ്. നമുക്ക് ടോർക്ക് കൂടേണ്ട അനുസരിച്ച് നമുക്ക് ഒന്നിലിട്ട് സ്പീഡ് കുറച്ചിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ 7 സ്പീഡ് വരെയാണ് ഇതിനുള്ളത്. ഇത് ലോക്കിംഗ് കൂടാതെ ഇതിൻ്റെ എല്ലാ മെഷീനിലുള്ള പോലെ തന്നെ ലോക്കിംഗ് ഉണ്ട്. നമ്മൾ അടുത്തതായിട്ട് ജിക്സോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കെർവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എത്ര കെർവ് റൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കുന്നതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു എക്യുപ്മെൻ്റായിട്ട് കാണാം. ബൈ.